ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോസുകളിലായിട്ട് കേരള ഭൂവിഭാഗത്തിൻ്റെ മലനാടും ഇടനാടുമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. കേരളത്തിലെ മലനാട് എന്ന് പറയുന്നത് 48%, ഇടനാട് 40%. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് തീരപ്രദേശങ്ങളെക്കുറിച്ചാണ്. അതിൽ കേരള തീരപ്രദേശം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മൊത്തം ഭൂവിഭാഗത്തിൻ്റെ 12%. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ് PSC പറയുന്നത്. പക്ഷെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് 590 കിലോമീറ്ററും ന്യൂ സർവേയിൽ അത് 600.15 കിലോമീറ്ററുമാണ്. ഉയരം എന്ന് പറയുന്നത് തീരപ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്റർ അല്ലെങ്കിൽ 25 അടിക്ക് താഴെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തീരദേശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ, തീരപ്രദേശം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ തീരദേശ ദൈർഘ്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം 5ാം സ്ഥാനത്താണ് ഉള്ളത്. ഈ തീരപ്രദേശങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്നത്. അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ കാണുന്നതും തീരദേശങ്ങളിലാണ്. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഇത്രയും ജില്ലകളാണ് തീരദേശം ഇല്ലാത്തത്. അതിൽ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് കുട്ടനാട് അല്ലേ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി തീരദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാ? 9 ജില്ലകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 9 ജില്ലകളിലായിട്ടാണ് തീരപ്രദേശം ഉള്ളത്. ഇനി കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല. ഏറ്റവും കുറവ് ഉള്ളതോ കൊല്ലത്തിനാണുള്ളത്. സെക്കൻഡ് പൊസിഷനിലാണ് ആലപ്പുഴയുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ബീച്ച് എവിടെയായിരിക്കണം കാണുന്നത്? അത് കണ്ണൂരാണ്. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ബീച്ചാണ് ഏറ്റവും വലിയ ബീച്ച്. ഏറ്റവും വലിയ ബീച്ച് മാത്രമല്ല, ഏറ്റവും നീളം കൂടിയ ഡ്രൈവ് ഇൻ ബീച്ചും ഇത് തന്നെയാണ്. അപ്പോൾ കണ്ടൽക്കാടുകൾ കൂടുതലായിട്ട് കാണുന്ന ജില്ല ഏതായിരിക്കും? അതും കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ തീരദൈർഘ്യമുള്ളത് കണ്ണൂർ ജില്ലക്കാണല്ലേ. അപ്പോൾ കണ്ടൽക്കാടുകളും ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണിത് ചേർത്തല താലൂക്കാണ്. തീരപ്രദേശമില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇനി തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ. നമ്മൾ തീരദേശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഏതൊക്കെയായിരിക്കും? നെല്ലുണ്ട്, പിന്നെ തെങ്ങ്. ഈ 2 വിളകളാണ് പ്രധാനമായിട്ടും കാണുന്നത് അല്ലേ. ഈ നെല്ലിനും തെങ്ങിനും വേണ്ട മണ്ണിനം എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. തെങ്ങിന് ലവണാംശമുള്ള എക്കൽ മണ്ണാണ് വേണ്ടത്. നെല്ലിനാണെങ്കിലോ എക്കൽ മണ്ണും. ഇനി തീരപ്രദേശത്ത് ഇതൊക്കെ കൂടാണ്ട് കുറച്ച് ധാതുക്കൾ കൂടെ കാണുന്നുണ്ട്. അതിലേതൊക്കെയാ? ഇൽമനൈറ്റ്, മോണസൈറ്റ്, സിലിമനൈറ്റ്, സിർക്കോണിയം, തോറിയം തുടങ്ങിയ ധാതുക്കളാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൽമനൈറ്റ് ആണ്. ഇപ്പം നമ്മുടെ കൊല്ലം ചവറ ബീച്ചിലാണ് ഏറ്റവും കൂടുതലായിട്ട് ധാതുക്കൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും ഇന്ത്യ റെയർ മിനറൽസും കൊല്ലത്താണുള്ളത്. പ്രധാന ബീച്ചുകളിൽ വരുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെയാ പ്രധാനപ്പെട്ട ബീച്ചുകളായിട്ട് വരിക? പാപനാശം, ശംഖുമുഖം, കോവളം. ഇതൊക്കെ എവിടെയാ ഉള്ളേ? കോവളം ശംഖുമുഖം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ. എവിടെയാ ഉള്ളേ? ട്രിവാൻഡ്രത്താണുള്ളേ. പിന്നെ തങ്കശ്ശേരി, അഴീക്കൽ അവ വരുന്നത് കൊല്ലം. മാരാരി, പുറക്കാട്, തൈക്കൽ ബീച്ചുകൾ എവിടെയാ വരുന്നത്? മാരാരി ബീച്ചൊക്കെ ഫേമസ് അല്ലേ. അത് എവിടെയാ വരുന്നത്? ആലപ്പുഴ ജില്ലയിലാണ്. ചെറായി, മുനമ്പോ. ചെറായി ബീച്ച് എവിടെയാ ഉള്ളേ? ചെറായി ബീച്ച്, മുനമ്പോ ഒക്കെ നമുക്ക് നമ്മുടെ സ്വന്തം എറണാകുളത്താ ഉള്ളേ അല്ലേ. തൃശ്ശൂരാണെങ്കിലോ ചാവക്കാട്, നാട്ടിക, അങ്ങനെ 2 ബീച്ചുകളാണ് പ്രധാനപ്പെട്ട ബീച്ചുകൾ. നമ്മൾ PSC ചോദിക്കുന്ന ബീച്ചുകൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അവയൊക്കെ വരുന്നത് തൃശ്ശൂരാണ്. ഇനി പൊന്നാനിയാണെങ്കിലോ മലപ്പുറത്ത്. കാപ്പാട് എവിടെയാ? കാപ്പാട് എവിടെയാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. കേരളത്തിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം കാപ്പാട് എവിടെയാ? കോഴിക്കോടാ അല്ലേ. കാപ്പാട് ആരാ വന്നേ? വാസ്കോഡ ഗാമ വന്ന സ്ഥലം അല്ലേ കാപ്പാട്. കാപ്പാട് കൂടാണ്ട് മാറാടുണ്ട്, ബേപ്പൂറുണ്ട്. ഇതൊക്കെ കോഴിക്കോടാ ഉള്ളേ. കണ്ണൂരാണെങ്കിലോ ഏത് ബീച്ചാ ഉള്ളേ? പയ്യാമ്പലം ഉണ്ടല്ലേ. പയ്യാമ്പലം മാത്രമാണോ കണ്ണൂരുള്ളത്? അല്ല, ധർമ്മടം ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നേ നോക്കിയതാ മുഴപ്പിലങ്ങാട് ഉണ്ടല്ലേ. ഏറ്റവും ലെങ്ത് ഉള്ള ഡ്രൈവിൻ ബീച്ച് കൂടെയാണ് അല്ലേ മുഴപ്പിലങ്ങാട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 വരുന്നത് എവിടെയാ? കണ്ണൂരാണ്.
ബേക്കൽ വരുന്നതോ നമ്മുടെ കാസർഗോഡും അല്ലേ? തീരപ്രദേശത്തുള്ള വീഡിയോ ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആക്കുന്നത് തീരപ്രദേശം മാത്രമല്ല, കേരള ഭൂഭാഗം കൂടിയാണല്ലേ. കേരളത്തിന്റെ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയുള്ള നീണ്ടു നിവർന്ന് കിടക്കുന്ന ഭൂവിഭാഗങ്ങൾ. അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു: മലനാട്, ഇടനാട്, തീരപ്രദേശം. അങ്ങനെ നമ്മൾ മൂന്നും നോക്കിയല്ലേ, മൂന്നും കവർ ചെയ്തിട്ടാണ് ഈ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുന്നത്. ഇതോടുകൂടി കേരളത്തിന്റെ ഭൂഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം പൂർത്തിയായിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാലാവസ്ഥ, കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഓരോ സെക്ഷനായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.